എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ പരീക്ഷയ്ക്ക് ഏതെല്ലാം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യമാണ്. 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും 7 മാർക്കിന്റെയും ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും 3 പാഠഭാഗങ്ങളാണ് ഈ ഓണപരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത്. കുരുവിയും കാട്ടുതീയും, കൊച്ചു ദേവദാരു, പെരുമഴയത്ത്. 3 വളരെ ചെറിയ പാഠഭാഗങ്ങളാണ്. നമുക്കൊന്ന് വായിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ പാഠഭാഗങ്ങളെല്ലാം തന്നെ ഉള്ളത്. ഇതിൽ നിന്ന് ഏതെല്ലാം ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പാഠഭാഗം കുരുവിയും കാട്ടുതീയും എന്നതാണ്. ഒരു കാട്ടിൽ തീ പിടിക്കുമ്പോൾ കുരുവിയും മഴദേവനും തമ്മിലുള്ള സംസാരവും കുരുവി ആ തീ അണയ്ക്കാൻ പ്രയത്നിക്കുന്നതുമൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്. ഈ ഒരു പാഠഭാഗത്തു നിന്ന് കുരുവിയും മഴദേവനും ചെയ്യുന്ന പ്രവൃത്തികളെ താരതമ്യം ചെയ്ത് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് ഇവരുടെ ഏതെങ്കിലും സംഭാഷണം തന്നിട്ടായിരിക്കും ഇത്തരം ഒരു ചോദ്യം ചോദിക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു മാതൃക നോക്കാം. നീ എന്ത് മടയത്തമാണ് ഈ കാണിക്കുന്നത്? അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം. ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു. ഇതിൽ ആദ്യം പറയുന്നത് മഴദേവന്റെ സംഭാഷണമാണ്. ചിലപ്പോൾ ഈ ഒരു സംഭാഷണം മാത്രം തന്നിട്ട് ചോദ്യം വരാം, അല്ലെങ്കിൽ ഇത് രണ്ടും തന്നിട്ടും ചോദ്യം വരാം. അതുമല്ലെങ്കിൽ ഈ രണ്ടാമത്തെ മാത്രം തന്നിട്ട് ഒരു ചോദ്യം വരാം. ഇത്തരത്തിലൊരു സംഭാഷണം തന്ന ശേഷം ഈ കഥയുമായി ബന്ധപ്പെട്ട് കുരുവിയും മഴദേവനും ചെയ്യുന്ന പ്രവൃത്തികളെ താരതമ്യം ചെയ്യുക എന്നതായിരിക്കും ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതിന് ഉത്തരം എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു സന്ദർഭം, ഈ പാഠഭാഗത്തിന്റെ സന്ദർഭം കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഏത് സന്ദർഭത്തിലാണ് മഴദേവന്റെ സംഭാഷണമാണ് തരുന്നതെങ്കിൽ ആ സംഭാഷണം ഏത് സന്ദർഭത്തിലാണ് വരുന്നത്, കുരുവിയുടേതാണെങ്കിൽ ആ സംഭാഷണം ഏത് സന്ദർഭത്തിലാണ് വരുന്നതെന്ന് വ്യക്തമാക്കണം. പിന്നീട് ഇവരുടെ സമീപനം, ഒരു കാട്ടുതീ ഉണ്ടായപ്പോഴത്തേക്ക് മഴദേവനും കുരുവിയും അതിനെ എങ്ങനെയാണ് സമീപിച്ചത്, അല്ലെങ്കിൽ ആ സമയത്ത് അവരെന്താണ് ചെയ്തത് എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പം കുരുവിയുടെ കാര്യമാണെങ്കിൽ തന്നെ കൊണ്ട് തീയണയ്ക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ട് കൂടി അത് തീയണയ്ക്കാൻ പരിശ്രമിച്ചു. പക്ഷേ മഴദേവനാണെങ്കിലോ തീയണയ്ക്കാൻ കഴിയുമായിരുന്നിട്ട് കൂടി എന്ത് ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് അവിടെ എഴുതി ചേർക്കണം. ഈ ഒരു കാര്യം കൃത്യമായിട്ട് എഴുതിയാൽ തന്നെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാകും. 3 മാർക്കിനും 5 മാർക്കിനാണ് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത്. നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. സംഭാഷണം തയ്യാറാക്കാനാണ്. പാഠപുസ്തകത്തിൽ കുരുവിയും മഴദേവനും തമ്മിലുള്ള സംഭാഷണമുണ്ട്. ഈ ഒരു സംഭാഷണം കാടും കുരുവിയും തമ്മിലുള്ളതാണെങ്കിൽ അതിനെ സംഭാഷണ രൂപത്തിൽ എഴുതാനായിരിക്കും ചോദ്യമായിട്ട് വരുന്നത്. ഇത്തരത്തിലൊരു ചോദ്യം എഴുതുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. മഴദേവനാണെങ്കിൽ കുരുവിയെ പരിഹസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ കാട് ഒരിക്കലും അത്തരത്തിൽ സംസാരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ആ ഒരു കാര്യത്തെ മുൻനിർത്തി വേണം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. കാട് കുരുവിയോട് സംസാരിക്കുന്നത് സ്നേഹത്തോടും ഉപദേശത്തോടും കൂടിയായിരിക്കും. അപ്പോൾ ആ രീതിയിലായിരിക്കണം ഇവരുടെ സംഭാഷണം നമ്മൾ ഉത്തരമായിട്ട് എഴുതാൻ. 5 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ടായിരിക്കും ഇത് വരുന്നത്. നമ്മൾ 10 സംഭാഷണ ശകലങ്ങൾ ഇതിൽ എഴുതിയിരിക്കണം. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇത് നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ടേ ചെയ്യുന്നൊരു ചോദ്യമാണ്. പോസ്റ്റർ തയ്യാറാക്കുക. ഇത്തരത്തിലൊരു കാട്ടുതീ നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കാൻ മുന്നറിയിപ്പ് നൽകുന്നതിനായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. നിങ്ങൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ ചെയ്തു വരുന്നൊരു ചോദ്യമാണിത്. ഇതിൻ്റെ ഉത്തരം എഴുതാൻ നേരത്ത് നമ്മൾ ആദ്യം ഒരു ചതുരം വരയ്ക്കുക. അതിനുള്ളിൽ നമുക്ക് പറ്റുന്ന പോലെ കാടിനെയോ മരത്തിൻ്റെ ഒരു ചിത്രമോ ഒക്കെ വരച്ചു വയ്ക്കുക. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട വനസംരക്ഷണം അല്ലെങ്കിൽ മരങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭാഷണം അവിടെ എഴുതി തുടങ്ങി. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താമോ അതെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. 5 മാർക്കിനായിരിക്കും ഇത്തരം ഒരു ചോദ്യം വരുന്നത്. കുരുവിയും കാട്ടുതീ എന്ന പാഠഭാഗത്ത് നിന്ന് ഈ 4 ചോദ്യങ്ങളായിരിക്കും പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അടുത്ത പാഠഭാഗം നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗമായ കൊച്ചു ദേവദാരുവാണ്. ഒരു വനപാലകന്റെ വീട്ടിന്റെ മുമ്പിലെ തുറസായ സ്ഥലത്ത് ഒരു ദേവദാരു മരം വളരുകയും അത് അതിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും ഒരു പക്ഷിയോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭയം, തൻ്റെ ചില്ലകൾ ആരെങ്കിലും മുറിച്ചുകൊണ്ട് പോകുമോ എന്നോർത്ത് അത് ഭയപ്പെടുന്നതും, തുടർന്ന് ആ വനപാലകനാണെങ്കിൽ ആ ചില്ലയൊന്നും മുറിച്ചെടുക്കാതെ ആ മരത്തെ മുഴുവനായിട്ട് അലങ്കരിക്കുന്നതും, ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ വരുന്നത്. ഈ ഒരു പാഠഭാഗത്തുനിന്ന് ഏതെല്ലാം ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് നോക്കാം. കൊച്ചു ദേവദാരുവിന് മാനുഷിക ഭാവങ്ങൾ നൽകിയാണോ കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ ഇത്തരം ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മാനുഷിക ഭാവം എന്താണ്? നമ്മൾ മനുഷ്യർക്ക് വികാരങ്ങളുണ്ടല്ലോ, ആ വികാരങ്ങൾ ഈ കഥാപാത്രങ്ങൾക്ക് നൽകി അവതരിപ്പിക്കുക. കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാർട്ടൂണിൽ കാണുന്ന ജീവികൾ, അവയ്ക്കൊന്നും സംസാരിക്കാനുള്ള കഴിവില്ല, എങ്കിലും അവയ്ക്കെല്ലാം മനുഷ്യന്റെ പോലെ സംസാരിക്കാനും കരയാനും സ്നേഹിക്കാനും ഒക്കെ ഉള്ള കഴിവ് നൽകി അവതരിപ്പിക്കുന്നുണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്.
അതുപോലെ തന്നെ ഇവിടെ ഈ കൊച്ചു ദേവദാരുവിന് മനുഷ്യന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും നൽകിയാണ് കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. ആ ഒരു കാര്യം പറയുന്ന സന്ദർഭങ്ങളെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തണം. ചില സന്ദർഭങ്ങൾ ഞാൻ പറയാം. കഥയുടെ തുടക്കത്തിലാണെങ്കിൽ ഈ മരത്തിന് ഏകാന്തതയൊന്നും അനുഭവപ്പെട്ടില്ല, അതൊരു മുയലിനോട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മുയലിനോട് സംസാരിക്കുകയും കൂട്ടുകൂടുകയൊക്കെ ചെയ്യുന്നത്, അതായത് സംസാരിക്കുക, കൂട്ടുകൂടുക, ഇതൊക്കെ ഒരു മരത്തിന് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയല്ല. സാധാരണ മനുഷ്യന്റെ ഒരു ഭാവമാണ് കൂട്ടുകൂടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ഇവിടെ മരം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. കൂടാതെ മാക്ബേ പക്ഷിയോട് തർക്കിക്കുന്നത്, ഈ മാക്ബേ പക്ഷി പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഈ മരം ഭയന്ന് കഴിയുന്നത്, ഡിസംബർ 31 വനപാലകൻ പറയുന്ന വാക്ക് കേട്ടിട്ട് ഈ പക്ഷിയുടെ ബോധം പോകുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി വേണം നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. ഇതുകൂടാതെ പ്രകൃതി സംരക്ഷണത്തിന്റെ മികച്ച ഒരു മാതൃകയാണ് കൊച്ചു ദേവദാരു എന്ന കഥയിലെ വനപാലകന്റെ പ്രവൃത്തി. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം? ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഈ വനപാലകൻ ചെയ്ത ആ ഒരു പ്രവൃത്തി, നമ്മുടെ ചോദ്യം അതിനെക്കുറിച്ചാണല്ലോ. അപ്പോൾ വനപാലകൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് കൃത്യമായിട്ട് പറയണം. അതായത് ഒരു മരത്തെ മുറിക്കാതെ ആ മരത്തെ തറയിൽ തന്നെ നിർത്തി അതിനെ അലങ്കരിച്ചു, അതാണ് അയാൾ ചെയ്ത പ്രവൃത്തി. മറ്റുള്ള ആളുകളെല്ലാം തന്നെ മരച്ചില്ലകൾ വെട്ടിക്കൊണ്ടു പോകുമ്പോഴത്തേക്ക് വനപാലകൻ ആ മരത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പുതുവർഷത്തിന് മരത്തെ ഒരുക്കി. ഇതുകൂടാതെ നമ്മൾ എന്തിനാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ എഴുതിയിരിക്കണം. പിന്നീട് ഈ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളും അതിൽ ഉൾപ്പെടുത്തണം. അതായത് പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് നാശമെന്നും നമ്മുടെ നാശത്തെ തന്നെയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നതിലൂടെ നമ്മൾ വിളിച്ചു വരുത്തുന്നതെന്നുള്ള കാര്യമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം. മരങ്ങൾ നട്ടുപിടിപ്പിക്കാം, വായുമലിനീകരണം കുറയ്ക്കാം, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി വേണം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. 5 മാർക്കിനോ 7 മാർക്കിനോ ഒക്കെ വരാവുന്ന ഒരു ചോദ്യമാണിത്. ഇതുകൂടാതെ ഒരു ഡയറി കുറിപ്പ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിസംബർ 31 ദേവദാരുവിന്റെ ഡയറി കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾ കുട്ടിക്കാലം തൊട്ടേ ഡയറിയൊക്കെ എഴുതുന്നതാണ്, അപ്പോൾ ഡയറി എഴുതാൻ അറിയാം എങ്കിലും ഈ സംഭവങ്ങളെ കൃത്യമായിട്ട്, ഡിസംബർ 31 നടന്ന സംഭവങ്ങളെ കൃത്യമായിട്ട് വിവരിക്കണം. കൂടാതെ ഇത് എഴുതുന്നതിന്റെ വലത് ഭാഗത്ത് മുകളിലായിട്ട് തീയതിയും ദിവസവും. ഇപ്പോൾ ഡിസംബർ 31 തീയതി നമുക്കറിയാം, ദിവസം നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ദിവസം ഇവിടെ ചേർത്ത് കൊടുത്ത് ഡയറി എഴുതുക. കൂടാതെ എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ കഴിയുന്ന 3 മാർക്കിന് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും ഈ പാഠഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവയിൽ ചിലത് ഞാൻ പറഞ്ഞുതരാം. ദേവദാരുവിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ചോദിക്കാം, മാക്ബേ പക്ഷിയെ കണ്ട അനുഭവം ചോദിക്കാം, ഡിസംബർ 31 സംഭവങ്ങൾ ചോദിക്കാം. ഇവയൊക്കെ 3 മാർക്കിന് എഴുതാനായിരിക്കും ചോദിക്കുന്നത്. നമ്മൾ പാഠപുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ കഴിയും. ഇതിനുശേഷം റഫീഖ് അഹമ്മദിന്റെ മരങ്ങൾ പൂക്കുന്നതെന്നൊരു കവിത നമ്മുടെ ഈ ഒരു യൂണിറ്റിലുണ്ട്. അപ്പോൾ ഈ കവിതയിലെ വരികളും കൊച്ചു ദേവദാരു എന്ന കഥയിലെ സന്ദർഭങ്ങളും താരതമ്യം ചെയ്യാനായിട്ട് ഒരു ചോദ്യം ചോദിക്കാം. SCERT ഇറക്കിയ മോഡൽ ക്വസ്റ്റ്യനിൽ ഇങ്ങനൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം നിങ്ങൾ നോക്കിയേ, കവിതയുടെ വരികളും കഥയിലെ ഒരു സന്ദർഭമാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 2 പാഠഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 പാഠഭാഗങ്ങളുടെ ആശയം കൃത്യമായിട്ട് എഴുതിയിരിക്കണം. മാത്രമല്ല ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് കാലാവസ്ഥകൾ മാറി വരുമ്പോഴത്തേക്ക് മരങ്ങൾ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ ഉത്തരത്തിൽ ഉൾപ്പെടുത്തണം. 5 മാർക്കിനായിരിക്കും ഇത്തരം ഒരു ചോദ്യം ചോദിക്കുന്നത്. അടുത്തത് നമ്മുടെ ഓണപരീക്ഷയ്ക്ക് വരുന്ന അവസാനത്തെ പാഠമാണ് പെരുമഴയത്ത്. ദേവകി നിലയങ്കോടിന്റെ അനുഭവക്കുറിപ്പാണ് ഈ ഒരു പാഠഭാഗം. ഇതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദേവകി നിലയങ്കോട് തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അതൊരു ചോദ്യമായിട്ട് വരാവുന്നതാണ്. അപ്പോൾ അവിടെ കൃഷി നടത്തുന്നതിനെ കുറിച്ച് പറയുന്നത്, തേക്കുപാട്ടിനെ കുറിച്ച് പറയുന്നത്. തേക്കുപാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് പാടത്തിൽ കയറിയേക്കുന്ന വെള്ളമെല്ലാം വറ്റിച്ചു കളയാൻ വേണ്ടി ആ ചക്രം ചവിട്ടുന്ന സമയത്ത് പാടുന്ന പാട്ടാണ് തേക്കുപാട്ടെന്ന് പറയുന്നത്. ആ പാട്ടിനെ കുറിച്ചൊക്കെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഇവയെല്ലാം ചേർത്താണ് ഇത്തരം ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുന്നത്. 3 മാർക്കിനായിരിക്കും ഈ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്. വെള്ളപ്പൊക്കത്തിന്റെ അനുഭവത്തെക്കുറിച്ചുള്ള ഒരു വിവരണം ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു പാഠഭാഗത്തുനിന്ന്. അപ്പോൾ അത് എഴുതാൻ നേരത്ത് ആ കാറ്റ് വരുന്നതും അത് വരുത്തിയ നാശനഷ്ടങ്ങളും എല്ലാം ഉൾപ്പെടുത്തണം. പിന്നെ മഴ ശക്തമായപ്പോഴത്തേക്ക് അവരുടെ ദിനചര്യയിൽ ഉണ്ടായ മാറ്റങ്ങൾ, അതായത് അവർ കുളിയും ദേവാലയമൊക്കെ മുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളപ്പൊക്കം എത്രത്തോളം അവിടെയുള്ള ആളുകളെ ബാധിച്ചുവെന്നും അതെങ്ങനെയാണ് അവസാനിച്ചതെന്നുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇതെല്ലാം എഴുതണം. ഇതുകൂടാതെ ചിലപ്പോൾ വന്നേക്കാവുന്ന ഒരു ചോദ്യമാണ് ദേവകി നിലയങ്കോടിന്റെ ഈ അനുഭവത്തെ മുൻനിർത്തി ഒരു ഡയറി എഴുതാൻ. അപ്പോൾ ഡയറിയുടെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. അനുഭവങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതണം. ഇതുകൂടാതെ ഈ ഒരു അനുഭവത്തെ തന്നെ മുൻനിർത്തി പത്രവാർത്ത ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു പത്രവാർത്ത ഈ ഒരു അനുഭവത്തെക്കുറിച്ച് തയ്യാറാക്കിയതിൻ്റെ ഒരു മാതൃക ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് വായിക്കുക.
നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക. ഒരു പത്രവാർത്ത എഴുതുമ്പോൾ അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. കൂടാതെ ഒരു പൊതു ചോദ്യം പോലെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ സംഭവിച്ച ഏതെങ്കിലും പ്രകൃതി ദുരന്തത്തെ മുൻനിർത്തിയുള്ള ചോദ്യങ്ങളാണ് ഇത്. 7 മാർക്കിനായിരിക്കും ഇത്തരം ഒരു ചോദ്യം വരുന്നത്. 2018 പ്രളയം, വയനാട് ദുരന്തം, ഇവയിൽ ഏതെങ്കിലും തന്ന ശേഷം ഉപന്യാസം, പ്രഭാഷണം, മുഖപ്രസംഗം എന്നിവയായിരിക്കും ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാൻ നേരത്ത് നമുക്ക് ഏത് പ്രകൃതി ദുരന്തത്തെയാണ് തന്നിരിക്കുന്നത് അതും നമുക്കറിയാവുന്ന പ്രകൃതി ദുരന്തങ്ങളെല്ലാം ചേർത്ത് ഉദാഹരണ സഹിതം വിശദമാക്കണം. അതായത് ആ പ്രകൃതി ദുരന്തത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ പത്രങ്ങളിലൂടെയും ടി വിയിലൂടെയൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ആ ഒരു കാര്യങ്ങളിൽ ഏതെങ്കിലും ഉദാഹരണമായിട്ട് ചേർക്കണം. പിന്നെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള കാരണം, അത് നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അവ എവിടെ ചേർക്കാം, ഇത് നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് നമ്മളിവിടെ ഉൾപ്പെടുത്തി 7 മാർക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതാം. ഒരു പുറത്തിൽ കുറയാതെയാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. ഇവ കൂടാതെ പാഠപുസ്തകത്തിന് പുറത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളും ഉണ്ട്. ഒരു ഖണ്ഡിക തന്ന ശേഷം അതിൽ നിന്ന് 3 ചോദ്യങ്ങൾ ചോദിക്കുന്ന പതിവ് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയ ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്, ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോഴത്തേക്ക് ഈ ഒരു പാരഗ്രാഫ് നല്ലതുപോലെ വായിക്കുക. വായിച്ച ശേഷം മാത്രം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കാര്യം നിസ്സാരമായിട്ട് നമുക്ക് 5 മാർക്ക് കിട്ടുന്നതാണ്. ആ 5 മാർക്ക് കളയാതെ ശ്രദ്ധിക്കുക. കൂടാതെ ഇത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ വളരെ പ്രയാസമുള്ളൊരു ചോദ്യവും ചോദിക്കാൻ സാധ്യതയുണ്ട്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. ഉദാഹരണത്തിന് ഒരു കവിത ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത്തരമൊരു കവിത തന്നിട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറയുമ്പോഴത്തേക്ക് അവിടെ കവിയുടെ പേര് കാണും. അപ്പോൾ കവിയെ നമുക്കറിയാവുന്ന ആളാണെങ്കിൽ, ഇപ്പം കുമാരനാശാൻ്റെ കവിതയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ആശാനെക്കുറിച്ച് അറിയാം. ആശാൻ ആശയഗംഭീരനാണ്, സ്നേഹഗായകനാണ്, ആധുനിക കവിത്രയത്തിൽ ഒരാളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചേർക്കാം. നമുക്ക് പരിചിതമല്ലാത്ത ഒരു കവിയുടെ പേരാണ് അവിടെ തന്നിരിക്കുന്നതെങ്കിൽ മലയാളത്തിലെ പ്രശസ്ത കവിയായ ഇന്നാൾ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങാം. ഇത് കൂടാതെ കവിതയുടെ പ്രമേയം, കവിതയുടെ ആശയം, സവിശേഷ പ്രയോഗങ്ങൾ, ആസ്വാദനാംശങ്ങളും ഈ ചോദ്യത്തിന് ഉത്തരവെഴുതുന്ന സമയത്ത് ഉൾപ്പെടുത്തുക. കൂടാതെ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ കവിതയുടെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഷയത്തെക്കുറിച്ചാണ് കവിത സംസാരിക്കുന്നത്, ആ ഒരു കാര്യമാണ് കവിതയുടെ പ്രമേയം എന്ന് പറയുന്നത്. കവിതയുടെ ആശയം എന്ന് പറയുന്നത് കവിതയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ്. കവിതയിൽ എന്തെങ്കിലും സവിശേഷ പ്രയോഗങ്ങളുണ്ടെങ്കിൽ അക്കാര്യങ്ങളും ഉത്തരത്തിൽ എഴുതണം. ഇതുകൂടാതെ ആസ്വാദനാംശങ്ങൾ ഉൾപ്പെടുത്തണം. പിന്നെ നമ്മുടെ അഭിപ്രായം, നമുക്ക് ഈ കവിതയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ഉത്തരത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള നല്ല നല്ല അഭിപ്രായങ്ങൾക്ക് നമുക്ക് നല്ല മാർക്ക് നേടിത്തരുവാൻ സാധിക്കും. ഇത്രയും ചോദ്യങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് കിട്ടും.